ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ബാർ ഷെയർ. ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീട്ടിലുള്ള ചീര വെച്ചിട്ട് ഒരു ഗ്രീൻ പൂരി തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീരയും തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ എൻ്റെ വീട്ടിൽ പുളിച്ചീര, വേണ്ടൊരു ചീര വളർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ബാക്കിയുള്ള തണ്ട് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പം ഞാനതൊരു 2 കൈപ്പിടി നിറയെ അല്ലെങ്കിൽ ഒരു 3 കൈപ്പിടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ളതാണ് ഈ പുളിച്ചീര എന്ന് പറയുന്നത്. ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ചീരയും കൂടിയാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് പാലക്കോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ചീരയും എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 3 കൈപ്പിടി പുളിച്ചീര നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പച്ചമുളകും ഒരു സവാളയും പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചീരയും ഇതെല്ലാം തന്നെ ഒരു മിക്സി ജാറിലെടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സാധാരണ അളവ് ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് ചേർത്ത് കൊടുത്ത് നമുക്കത് പേസ്റ്റാക്കി എടുക്കാം. നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് മാവും 1/4 കപ്പ് മൈദയും ക്രിസ്പി വരുവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1 സ്പൂൺ റവയും ഇച്ചിരി ശകലം പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നിറയെ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചീരയുടെ പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചപ്പാത്തി മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ഈ പുളിച്ചീരയ്ക്ക് നല്ലൊരു ഇച്ചിരി ഒരു പുളി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. നമ്മുടെ വേറെ ഏതെങ്കിലും ചീര എടുക്കുകയാണെങ്കിലും ഹെൽത്തി വേസ് എല്ലാം തന്നെ നല്ല തന്നെ ആയിരിക്കും. ഇനി ഇതിലോട്ട് ആ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തി ഡോ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് പ്രത്യേകിച്ച് വേറൊരു വെള്ളം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നമ്മളിവിടെ ചപ്പാത്തി ഡോ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ സൈസിൻ്റെ അളവിൽ നമുക്ക് ഈ ചപ്പാത്തി ബോൾസ് ഓരോന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. ഒരു നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അത് കുഴയ്ക്കുന്ന രീതിയിലും കൂടിയുണ്ട്. നമ്മൾ ആദ്യം ചെറിയൊരു ലെമൺ സൈസ് ഉള്ളത് നമ്മളെടുത്ത് കയ്യിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രഷറും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഇതുപോലൊരു ബോൾ സൈസിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പൂരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷേ പൊങ്ങി വരുന്നില്ല എന്നോ കംപ്ലൈൻറ്റ് ചിലർക്ക് ഉണ്ടാവും. അപ്പോൾ നന്നായി പൊങ്ങി വരാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലിലോട്ട് കുറച്ച് നമുക്ക് ഇത് പരത്തിയെടുക്കാം. സാധാരണ രീതി പോലെ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. പക്ഷേ ഇത് പ്രത്യേക ഒരു കളറുള്ളത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഓരോ വട്ടം പരത്തുമ്പോഴും ഇതുപോലെ ഒന്ന് ഒരു വശം തിരിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും റൗണ്ട് ആകൃതിയിൽ കിട്ടും. ചിലർക്ക് ഇങ്ങനെ കറക്റ്റായ ഷേപ്പിൽ കിട്ടുന്നില്ല എന്നുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സൈഡ് പരത്തുന്ന സമയത്ത് തന്നെ മറ്റൊരു വശം കൂടി ഒന്ന് തിരിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മാവ് കൊണ്ട് ഞാൻ ഇത്രയും തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂരി ചുടുന്നതിന് മുമ്പ് തന്നെ എല്ലാം തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം പൊരിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൽ നിന്ന് കുറച്ചേരം ചൂടാക്കുക. അതിനുശേഷം തിരി താത്തിയിട്ട് മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതേപോലെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൂരിയുടെ ഡോ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിലാണ് നമുക്കിതുപോലെ നന്നായിട്ട് പൂരി പൊങ്ങി വരിക. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൂരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിലായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ചട്ടകം വെച്ചൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു പൂരി ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പൂരി പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ ചീരയും കൂടി ചേർത്ത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തിയും ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും, കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും കുട്ടികൾക്കെല്ലാം. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി കാണുന്ന ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതുപോലുള്ള മറ്റു വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ബൈ.